നമസ്കാരം. കാസർഗോഡ് നിന്നുള്ള ഒരു പ്രധാന വാർത്തയിലേക്ക്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തെക്കിൽ മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമുണ്ടാകുന്ന ജനദുരിതത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നിർമ്മാണ ചുമതലയുള്ള മേഘ കമ്പനിയുടെ അനാസ്ഥ കാരണം തെക്കിൽ മൂല പള്ളിക്കര പ്രദേശങ്ങളിലെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക്. കാനത്തുംകുണ്ടിലെ സ്വാഭാവിക ജലഗതി തടസ്സപ്പെടുത്തിയുള്ള നിർമ്മാണം കാരണം കുന്നിൽ നിന്ന് ചെളിമണ്ണോടുകൂടി ഒലിച്ചിറങ്ങുന്ന വെള്ളം പ്രദേശത്തെ കുടിവെള്ള കിണറുകളെല്ലാം പൂർണ്ണമായും ഉപയോഗശൂന്യമാക്കി. തോടുകളിൽ മണ്ണടിഞ്ഞ പാർശ്വഭിത്തികൾ ഇടിഞ്ഞതോടെ വെള്ളം ജനവാസ മേഖലകളിലേക്കും വീടുകളിലേക്കും കുത്തിയൊലിച്ചു കയറുകയാണ്. സ്കൂൾ, ഫാമിലി ഹെൽത്ത് സെന്റർ, ആരാധനാലയങ്ങൾ, അങ്ങാടി എന്നിവിടങ്ങളിലേക്ക് ജനങ്ങൾ ആശ്രയിക്കുന്ന തെക്കൽ പള്ളിക്കര റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ 2 വർഷമായി ജില്ലാ കലക്ടർ, കാസർഗോഡ് MP, ഉദുമ MLA എന്നിവർ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടും മേഘ കമ്പനി യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്താൻ തയ്യാറായിട്ടില്ല. പള്ളിക്കര മേലത്ത് തറവാടിനടുത്തുള്ള തോടിന്റെ പാർശ്വഭിത്തി വീണ്ടും തകർന്ന് നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ പ്രധാന ആവശ്യങ്ങൾ: തെക്കിൽ പള്ളിക്കര റോഡ് ഉയരം കൂട്ടി എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കുക, നിലവിലെ തോടിന്റെ ആഴം കൂട്ടി പാർശ്വഭിത്തികൾ ശക്തമായി പുനർനിർമ്മിച്ച് തടസ്സമില്ലാതെ വെള്ളം ഒഴുക്കിവിടുക, കാനത്തുംകുണ്ട് ഭാഗത്തു നിന്നുള്ള വെള്ളം സുഗമമായി ഒഴുക്കിവിടാൻ ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനം കമ്പനി അടിയന്തരമായി നിർമ്മിക്കുക. വർഷകാലം കനക്കുന്നതോടെ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെടാനും വലിയ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഭരണകർത്താക്കളും അടിയന്തരമായി ഇടപെട്ട് മേഘ കമ്പനിക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തയ്യാറാക്കിയത് അലി ഏരിയാൽ, തെക്കിൽ ബ്രിഡ്ജ് മീഡിയ.